ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലെഡ്ജർ എന്താ, ജേണൽ എന്താ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്താണ് അക്കൗണ്ട്സ് എന്നുള്ളത്. നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. എന്ത്? ആൻ അക്കൗണ്ട് ഈസ് എ ഫോർമൽ റെക്കോർഡ് ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ അല്ലേ? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു ചേഞ്ചസ് ഇൻ എ പെർട്ടിക്കുലർ ഐറ്റം. അതാണല്ലോ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഒരു ഫോർമൽ റെക്കോർഡാണ് അല്ലേ? എന്തിനുള്ളത്? അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ ഉള്ളത്. അതെന്താണ് അവിടെ സൂചിപ്പിക്കുന്നത്? ഓരോ ഐറ്റത്തിലും വരുന്ന ചേഞ്ചസിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഒരു അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യും? സിമിലർ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണ് നമ്മൾ അക്കൗണ്ട്സിലേക്ക് എടുക്കുന്നത് അല്ലേ? ഇപ്പോൾ ക്യാഷിൻ്റെതുണ്ടെങ്കിൽ നമ്മൾ ക്യാഷ് അക്കൗണ്ടിലേക്ക് ക്യാഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എഴുതുന്നു. മെഷീനറിയുമായി ബന്ധപ്പെട്ട അക്കൗണ്ടിൽ മെഷീനറിയുമായി ബന്ധപ്പെട്ട മെഷീനറി വാങ്ങുന്നതും വിൽക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എഴുതുന്നു അല്ലേ? ഇനി ബാങ്കുമായി വരുന്ന ബാങ്ക് എന്നുള്ള എൻട്രി വരുന്നത്, അല്ലെങ്കിൽ ബാങ്കുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് നമ്മൾ ബാങ്ക് അക്കൗണ്ടിൽ എഴുതുന്നു. അത് വരുന്നതായാലും പോകുന്നതായാലും. അപ്പോൾ സിമിലർ കൈൻഡ് ഓഫ് ട്രാൻസാക്ഷൻസ് ഒന്നിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പലതരത്തിൽ അക്കൗണ്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രധാനമായിട്ടും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രണ്ട് തരത്തിൽ. ഒന്ന് ഒരു ഇംഗ്ലീഷ് അപ്രോച്ചും ഉണ്ട്, രണ്ടൊരു അമേരിക്കൻ അപ്രോച്ചും ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ട് പറയുമ്പോൾ പ്രധാനമായിട്ടും ഉള്ള 3 അക്കൗണ്ടാണ് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഏതൊക്കെയാണ്? പേഴ്സണൽ അക്കൗണ്ട്, റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തേത് നോക്കാം. എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ളത് അല്ലേ? എന്താണ് പേഴ്സണൽ അക്കൗണ്ട് എന്നുള്ളത്? പേഴ്സണൽ അക്കൗണ്ട് എന്ന് വെച്ചാൽ എന്താണ്? ദീസ് ആർ അക്കൗണ്ട്സ് ഓഫ് പേഴ്സണൽ ഫോംസ് വിത്ത് whom the company has dealings അല്ലേ? പേഴ്സൺസ് ആണ്. നമ്മുടെ കമ്പനിയിലാണ് എന്ത് വരുന്നത്? ട്രാൻസാക്ഷൻസ് വരുന്നത്. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ആ കമ്പനി ആരൊക്കെ ആയിട്ടാണോ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്, ഏതൊക്കെ വ്യക്തികളുമായിട്ടാണോ കമ്പനി ഡീലിങ്സ് നടത്തുന്നത്, അങ്ങനെയുള്ള ഡീലിങ്സ് ഒക്കെ ഏത് അക്കൗണ്ട്സിലേക്കാണ് പോവുക? പേഴ്സണൽ അക്കൗണ്ട്സിലേക്കാണ് പോവുക. ഫോർ എക്സാമ്പിൾ നമുക്കവിടെ പറയാൻ വേണ്ടിയിട്ട് പറ്റും, ഒരു കമ്പനി ചിലപ്പോൾ രമേഷുമായിട്ട്, സുരേഷായിട്ട്, അല്ലെങ്കിൽ രതീഷായിട്ട്, സ്നേഹയായിട്ട്, വീണയായിട്ട്, ഇവരൊക്കെ ആയിട്ട് ഡീലിങ്സ് നടത്തുന്നുണ്ടാവും. അപ്പം അങ്ങനെ വരുന്ന ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡീലിങ്സ് ആണ് ഏത് അക്കൗണ്ടിലേക്ക് പോകുന്നത്? പേഴ്സണൽ അക്കൗണ്ട്സിലേക്ക് പോകുന്നത് അല്ലേ? അപ്പോൾ ഈ പേഴ്സണൽ അക്കൗണ്ട്സിൻ്റെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. ഇപ്പോൾ നമ്മൾ ആദ്യം പറയുന്നത് റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ് പറയുന്നത്. ഈ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിന് 2 അപ്രോച്ചാണുള്ളത്. ഒന്ന് ഇംഗ്ലീഷ് അപ്രോച്ചും ഒന്ന് അമേരിക്കൻ അപ്രോച്ചും. അതിൽ ഇംഗ്ലീഷ് അപ്രോച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ ഈ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിലെ അക്കൗണ്ട്സ് പറയുന്ന സമയത്ത് പലതരത്തിലുള്ള അക്കൗണ്ട്സ് ഉണ്ട്. പേഴ്സണൽ അക്കൗണ്ട് ഉണ്ട്, റിയൽ അക്കൗണ്ട് ഉണ്ട്, നോമിനൽ അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ടിൻ്റെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ പറഞ്ഞത്, പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത് കമ്പനി ഏതൊക്കെ പേഴ്സൺസുമായിട്ടാണോ ഡീലിങ്സ് നടത്തുന്നത് അതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? പേഴ്സണൽ അക്കൗണ്ട്സ്. അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ ഡീലിങ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ആ ഡീലിങ്സ് വരുന്ന അക്കൗണ്ട്സ് ആണ് ഇത് പറയുന്നത് പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കമ്പനി സോൾഡ് ഗുഡ്സ് ടു രമേഷ് അല്ലേ? രമേഷിന് വിറ്റു ക്യാഷിനെന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്താ അവിടെ വരുന്നത്? രമേഷ് ടു ക്യാഷാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനീൻ്റെ ബുക്കിൽ ഒരു പേര് വന്നു അല്ലേ? രമേഷ് എന്ന് പറഞ്ഞിട്ടൊരു അക്കൗണ്ട് വന്നില്ലേ? പറയുന്നത് പിടി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പോൾ ഈ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അവിടെ പറയുന്നു, പേഴ്സണൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ദ റിസീവർ, ക്രെഡിറ്റ് ദ ഗിവർ അല്ലേ? വരുന്നതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ഇങ്ങോട്ട് തരുന്നതിന് നമ്മളെന്ത് പറയുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. നമ്മൾ കൊടുക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ? ഇപ്പോൾ രമേഷ് ടു സെയിൽ, അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരുന്നതാണ്. ഓക്കെ. ഇനി അങ്ങോട്ട് പോകുന്നത് എന്താ? പർച്ചേസ് ടു രമേഷ്. പോയില്ലേ? നമ്മൾ പർച്ചേസ് ചെയ്തു. ആരുടെ അടുക്കുന്നത്? രമേശിൻ്റെ അടുക്കുന്നത്. പൈസ കാണോ? അല്ല,
കടത്തിനാണ്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇവിടെ ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ. ഓക്കെ. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് അക്കൗണ്ടാണ് റിയൽ അക്കൗണ്ട്. റിയൽ എന്ന് വെച്ചാൽ ശരിക്കുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് എന്താ? ദീസ് ആർ ദി അക്കൗണ്ട്സ് ഓഫ് അസെറ്റ്സ്. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താ? അസെറ്റ്, റിയൽ അസറ്റിനെയാണ്, അല്ലെങ്കിൽ നമ്മളെ അസറ്റുമായി ബന്ധപ്പെട്ട അക്കൗണ്ട്സ് ആണ് റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരെ അസറ്റ്സ് ക്യാഷ് ഉണ്ട്, ബിൽഡിംഗ് ഉണ്ട്, മെഷീനറി ഉണ്ട്, പ്ലാന്റ് ഉണ്ട്, ലാൻഡ് ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അസറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ട്സ് ആണ് റിയൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ അക്കൗണ്ട്സ് ഉണ്ടാക്കാറില്ല, ക്യാഷ് അക്കൗണ്ട് ഉണ്ടാവാറുണ്ട്, ബിൽഡിംഗ് ഉണ്ടാവാറുണ്ട്, മെഷീനറി ഉണ്ടാവാറുണ്ട്, ഇങ്ങനെയുള്ള അക്കൗണ്ട്സ് ഒക്കെ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ റിയൽ അക്കൗണ്ടിൻ്റെ കേസിൽ വാട്ട് ഈസ് ദ റൂൾ ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്? റിയൽ അക്കൗണ്ട് ആണെങ്കിൽ, ഇപ്പോൾ ഒരു ബിൽഡിംഗ് അക്കൗണ്ട് ആണെങ്കിൽ ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. നമ്മൾ എന്തിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്? എന്താണോ വരുന്നത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? വാട്ട് ഗോസ് ഔട്ട്. എന്താണോ പോകുന്നത് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. മനസ്സിലായോ? ഇപ്പോൾ ക്യാഷ് വരുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യും? ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് പോകുന്നു, അപ്പോൾ നമ്മൾ അതിനെന്ത് ചെയ്യും? ക്രെഡിറ്റ് ചെയ്യുന്നു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നു. ഇനി അടുത്ത അക്കൗണ്ടാണ് ഏത് പറയുന്നത്? നോമിനൽ അക്കൗണ്ട്. അടുത്ത അക്കൗണ്ടാണ് ഏത് പറയുന്നത്? നോമിനൽ അക്കൗണ്ട്സ്. എന്താ നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്? ദീസ് ആർ അക്കൗണ്ട്സ് ഓഫ് ഇൻകം, എക്സ്പെൻസസ്, ലോസ്, ഗെയിൻസ്. അല്ലേ? ഈ നോമിനൽ അക്കൗണ്ട്സിൽ ഏതൊക്കെയാണ് വരുന്നത്? നോമിനൽ അക്കൗണ്ട്സിൽ വരുന്നത് ഇൻകംസ് വരും, എക്സ്പെൻസസ് വരും, ലോസസ് വരും, ഗെയിൻസ് വരും. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഇൻകം വന്നു കഴിഞ്ഞാൽ, എക്സ്പെൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ, ലോസ് നഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഗെയിൻസ് ലാഭം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇതൊക്കെ ഏത് അക്കൗണ്ട്സിലേക്കാണ് പോകുന്നത്? നോമിനൽ അക്കൗണ്ട്. അതിന് എക്സാമ്പിൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഏത്? റെൻറ്റ് റിസീവ് ചെയ്യുന്നത് നമ്മൾ നോമിനൽ അക്കൗണ്ട്സിലേക്കാണ് എഴുതുക. സാലറി പെയ്ഡ് നോമിനൽ അക്കൗണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഏതിന് വരുന്നത്? നോമിനൽ അക്കൗണ്ട്സിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് റൂൾസ് ഇൻ റെസ്പെക്റ്റ് ഓഫ് നോമിനൽ അക്കൗണ്ട് ഈസ് ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്. എക്സ്പെൻസിന് നമ്മൾ എന്ത് ചെയ്യും? എക്സ്പെൻസസ് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും. അല്ലേ? എക്സ്പെൻസസ് ആൻഡ് ലോസസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അല്ലേ? ഏതിനെയാണ് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുക? ഇൻകംസ് ആൻഡ് ഗെയിംസിന്. ഫോർ എക്സാമ്പിൾ, സാലറി പെയ്ഡ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മൾ? അത് എക്സ്പെൻസസ് ആണ്. അല്ലേ? എക്സ്പെൻസസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിനെ ഡെബിറ്റ് ചെയ്യും. സാലറി പെയ്ഡ് നമ്മൾ ഡെബിറ്റാണ് ചെയ്യേണ്ടത്. റെൻറ്റ് റിസീവ്ഡ് ഇൻകം ആണ് അല്ലെങ്കിൽ ഗെയിൻ ആണ്, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആണ് പറഞ്ഞത്. ഈ റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റിൽ നമ്മൾ പറഞ്ഞു 2 അപ്രോച്ചസ് ആണുള്ളത്. ഒന്ന് ഇംഗ്ലീഷ് അപ്രോച്ച്, ഒന്ന് അമേരിക്കൻ അപ്രോച്ച് എന്നുള്ള 2 അപ്രോച്ചാണുള്ളത്. അതിൽ ആദ്യത്തതിൽ നമ്മൾ പറഞ്ഞു 3 തരത്തിലുള്ള അക്കൗണ്ട്സ് ആണുള്ളത്. റിയൽ അക്കൗണ്ട്, പേഴ്സണൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പേഴ്സണൽ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് പേഴ്സണൽ ഫോംസ് ആണ്. അല്ലെങ്കിൽ പേഴ്സണലുമായിട്ട് ഏതൊക്കെ പേഴ്സണലുമായിട്ടാണ് അല്ലെങ്കിൽ പേഴ്സണൽ ഫോംസിൽ കമ്പനി ആരൊക്കെയായിട്ടാണോ ഡീൽ ചെയ്യുന്നത് അതൊക്കെ നമ്മൾ ഏതിലേക്ക് എൻ്റർ ചെയ്യുന്നു? പേഴ്സണൽ അക്കൗണ്ട്സിലേക്ക് എൻട്രി ചെയ്യുന്നു. അതിന് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. രമേശ് അക്കൗണ്ട്, ABC കമ്പനി ലിമിറ്റഡ് അക്കൗണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട്സിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നമ്മളിനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഡെബിറ്റ് ചെയ്യുന്നത് റിസീവറെയും ക്രെഡിറ്റ് ചെയ്യുന്നത് ഗിവറെയാണ്. നമുക്കിപ്പോൾ തരുന്ന ആളെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, കൊടുക്കുന്നവരെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. അടുത്ത അക്കൗണ്ടാണ് പറഞ്ഞത് റിയൽ അക്കൗണ്ട്. റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ആണ്. അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു ക്യാഷ്, ബിൽഡിങ്, മെഷീനറി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പ്ലാന്റ്, ലാൻഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞു. അതിൻ്റെ കേസിൽ റൂൾ ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നമ്മൾ പറഞ്ഞു. ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ലാസ്റ്റ് അക്കൗണ്ടാണ് നമ്മൾ പറഞ്ഞത് നോമിനൽ അക്കൗണ്ട്. നോമിനൽ അക്കൗണ്ടിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്?
ഇൻകംസും എക്സ്പെൻസസും ലോസും ഗെയിൻസൊക്കെ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അക്കൗണ്ടാണ് നോമിനൽ അക്കൗണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. നോമിനൽ അക്കൗണ്ടിൽ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ നോമിനൽ അക്കൗണ്ടിന് എക്സാമ്പിളാണ് പറഞ്ഞിട്ടുള്ളത് റെൻറ്റ് റിസീവ്ഡ്, സാലറി പെയ്ഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നോമിനൽ അക്കൗണ്ടിന് എക്സാമ്പിളായിട്ട് പറഞ്ഞത്. നോമിനൽ അക്കൗണ്ടിൽ എങ്ങനെയാണ് റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ്, അവിടെ ഡെബിറ്റ് ചെയ്യുന്നത് എല്ലാ എക്സ്പെൻസസിനെയും ലോസസിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ക്രെഡിറ്റ് ചെയ്യുന്ന ഏതിനെയാണ്, ഇൻകംസിനെയും ഗെയിൻസിനെയും. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് അപ്രോച്ച് കഴിഞ്ഞു. ഇനി അടുത്തതാണ് റൂൾസ് ഫോർ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് അമേരിക്കൻ അപ്രോച്ച്. ചിലപ്പോൾ ഇതായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഇതിൽ അക്കൗണ്ട്സിനെ 5 തരത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയായിട്ട്, അസറ്റ്സ്, ലയബിലിറ്റീസ്, റവന്യൂസ്, എക്സ്പെൻസസ് ആൻഡ് ക്യാപിറ്റൽ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അസറ്റ്സ്, ലയബിലിറ്റി, റവന്യൂ, എക്സ്പെൻസസ് ആൻഡ് ക്യാപിറ്റൽ എന്നാണ് നമ്മൾ തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ അസറ്റ്സ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസസിൽ നമ്മൾ എങ്ങനെയാണത് ക്രെഡിറ്റും ഡെബിറ്റും ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഡിക്രീസിങ്ങിൻ്റെയും ഇൻക്രീസിങ്ങിൻ്റെയും ബേസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നതും ക്രെഡിറ്റ് ചെയ്യുന്നതും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്. ഇവിടെ അസറ്റ്സിൻ്റെ ടൈപ്പ് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഏത്, അസറ്റ്സിൻ്റെ കേസിൽ അത് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു അസറ്റ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യുന്നു, നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. അസറ്റ് കുറയുകയാണെങ്കിലോ അതിനെ നമ്മൾ ഡിക്രീസ് ചെയ്യുന്നു അല്ലേ. അതായത് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. അസറ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു അല്ലേ. ഇനി ലയബിലിറ്റീസിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേസ് പറയുന്നത് അല്ലേ. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെബിറ്റിൻ്റെയും ക്രെഡിറ്റിൻ്റെയും കേസിൽ നേരെ ഓപ്പോസിറ്റ് കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ ലയബിലിറ്റീസ് കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. ലയബിലിറ്റീസ് കൂടുകയാണെങ്കിൽ അതിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത കേസ് ക്യാപിറ്റൽ കുറഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, കുറഞ്ഞാൽ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ക്യാപിറ്റൽ കൂടിയാൽ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി റവന്യൂസിൻ്റെ കേസിൽ നോക്കൂ, റവന്യൂ കുറഞ്ഞാൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. റവന്യൂ കൂടിയാൽ നമ്മൾ അതിനെന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യുന്നു. ഇനി എക്സ്പെൻസസ് കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുന്നു, എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് അമേരിക്കൻ അപ്രോച്ചിൽ പറഞ്ഞിട്ടുള്ളത്. പ്രധാനമായിട്ടും 5 തരത്തിലുള്ള അക്കൗണ്ട്സ് ആണുള്ളത്. അസറ്റ്, ലയബിലിറ്റി, ക്യാപിറ്റൽ, റവന്യൂ, എക്സ്പെൻസസ്. അതിൻ്റെ ഓരോ കേസിലും അത് കൂടുകയും കുറയുകയും ചെയ്യുമ്പോൾ നമ്മളതിനെ ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ എന്നുള്ളത് പറയുന്നതാണ്. ഏത് അപ്രോച്ച് എന്ന് പറയുന്നത്, അമേരിക്കൻ അപ്രോച്ച് എന്ന് പറയുന്നത്.